ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ശനിയാഴ്ച എന്തൊരു വേഗം ഒരാഴ്ച ഓടിപ്പോയി എന്നുള്ളത് എന്താ പറയുക. ദേ ഞായർന്ന് പറയുമ്പോഴേക്കും എന്താ വീണ്ടും ശനിയായി. ഓരോ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ദേ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് ആകെ ഒരു തിരക്കുള്ളൊരു ദിവസമായിരുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അങ്ങനെ ദേ രാവിലെ പതിവുപടി തോമുൻ്റെ ഒരു ട്രിപ്പ് ജീപ്പ് ഓടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ ദേ മുറ്റത്തിട്ടിട്ട് അവൻ മുകളിലേക്ക് അപ്പയുടെ കൂടെ പോയേക്കാ കുളിച്ച് ഡ്രസ്സ് മാറാൻ കേട്ടോ. അപ്പോൾ എണീറ്റ് വന്നപ്പോഴേക്കും ഡിവൈൻ്റെ പുട്ട് ഇന്നലെ വാങ്ങിയ പഴം, പക്ഷെ പഴം തീരെ പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാലും സാരമില്ല, ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് പഞ്ചസാരയും പിന്നെ ആ പഴമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. തോമുന് ഉള്ള ബാഗ് ഓക്കെ ആക്കിയിട്ട് തോമുനെ റെഡി വിടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഡിവൈൻ. അങ്ങനെ അവർ പോയി. അപ്പോൾ ഇത് നമ്മളുടെ പുതിയ ബ്രേസ്ലെറ്റ്സ് ആണ് കേട്ടോ. അതായത് വട്ടക്കണ്ണികളാണ്. അതുകൊണ്ട് ഏത് പ്രായക്കാർക്കും വേണമെങ്കിൽ ഇടാം. ഇനിയിപ്പോൾ ചില കുട്ടികൾക്ക് വട്ടക്കണ്ണി ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഉർവശിയുടെ ചെയിൻ ഇട്ടിട്ട് ബ്രേസ്ലെറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ റിങ്ങുകൾ, നമ്മളുടെ സ്റ്റാറ്റസും ചാനലും ഒക്കെ കാണുന്നവർക്കറിയാം. ഇങ്ങനെ പല ടൈപ്പ് റിങ് ഉണ്ട്. ഇത് ശരിക്കും സാധാരണ കമ്മലിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ചിലർ സെക്കൻഡ് സ്റ്റഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് സ്റ്റഡിനേക്കാളും വലുതാണ്. പക്ഷേ നമ്മുടെ കയ്യിലുണ്ട്, കുഞ്ഞിതുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വലിയ ഹാരമാണ്. നല്ല എന്താ പറയുക, സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. കൃഷ്ണനും രാധയായിട്ടുള്ള സംഭവം നല്ല ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെറ്റാണ്. അങ്ങനത്തെ കുറച്ച് സെറ്റുകൾ അത് ഇവരുടെയൊക്കെ ഓണം കളക്ഷൻസിൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വേറൊരു വെർഷനാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളതാണ്. ഗ്രീൻ പാലക്കേട സ്റ്റോണും പിന്നെ റൂബിയും ഒക്കെ വരുന്ന നല്ലൊരു സെറ്റാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വലിയ ഹെവി സെറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് ഇതേ രാവിലത്തെ പോക്ക് തോമുതേ പോണുള്ളൂ കേട്ടോ. ഞാനത് വിട്ടുപോയതാണ്. ബാഗൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇതിന് ഇരിക്കുന്ന സമയത്താണ് ഞാനിപ്പോൾ ഇതിട്ടത് കേട്ടോ. അങ്ങനെ ഇതേ രാവിലത്തെ ഡിവൈൻ്റെ വക പുട്ടും പഴവും. അങ്ങനെ ഇത് കഴിഞ്ഞ് ഡാഡി പോയി. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും പോയി കഴിഞ്ഞ് മണി 11:15 ആ സമയത്താണ് ഞാൻ നടയിലത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിച്ചണിലേക്ക് വന്നപ്പോൾ ഡിവൈൻ്റെ വക എല്ലാ കാര്യങ്ങളും രാവിലത്തെ ഫുൾ കാര്യങ്ങളും ഡിവൈനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നാളേക്കുള്ള ഇഡ്ഡലി ദോശ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സൂത്രം കണ്ടുപിടിച്ചേക്കാം. രാവിലെ എണീക്കും. ഇതിപ്പോൾ ഗ്ലാസ് എങ്ങനെയാ വെച്ചാൽ ഡിവൈൻ്റെ ഒരു അളവ് ഗ്ലാസ് വേണം. അപ്പോൾ അത് തെറ്റാണ്ട് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചേക്കുന്ന കേട്ടോ. കാരണം അതിൽ വേണം ചോറെടുക്കാൻ അടിക്കാനായിട്ട്. ആൾക്കെല്ലാത്തിനും ഒരേ അളവാണ്. ഇതിപ്പോൾ ഞാൻ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ രാവിലെ തന്നെ ചെയ്തു കേട്ടോ. കാരണം ഇത് ഈ സാരികളും ഇതൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഇതൊക്കെ അതിൻ്റെ നോർമൽ ടെമ്പറേച്ചറിലേക്ക് ആകുമ്പോൾ നമുക്കതെടുത്ത് കുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ മുട്ടയുടെ ഇതെടുത്ത് വയ്ക്കാൻ നോക്കിയപ്പോഴാണ് ഒരു മുട്ട ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, പിന്നെ ഉച്ചയിലത്തെ പണികൾക്കായിട്ട് ഞാൻ വന്നു. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡാഡി പോയതിന് ശേഷം ഞാൻ ചോറ് വെച്ചു. അത് കഴിഞ്ഞ് മുട്ട ഒരു 5 പുഴുങ്ങാനിട്ടതാണ്. വൈകിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്നുള്ള ഇതിനാണ് ഇട്ടത്. പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ. അത് ഞാൻ പറയാം. അങ്ങനെ ഉച്ചയ്ക്ക് ചാള വറുത്തു. പിന്നെ നമ്മുടെ ചിക്കൻ കിഴങ്ങിട്ട് വെച്ചു. നാളികേരമൊക്കെ അരച്ച് നല്ല നാടൻ കറിയായിരുന്നു. എനിക്ക് തന്നെ എൻ്റെ കറി ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു എനിക്ക് എൻ്റെ കറി ഭയങ്കര ഇഷ്ടമായി എന്നുള്ളത്. നാടൻ വെപ്പ് വേറെ ഒന്നുമില്ല. പക്ഷേ നാടൻ സ്റ്റൈലിനൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ പണ്ടത്തെ ഒരു ഓർമ്മയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്തൊക്കെ ഞാൻ പഴയ തരം കറികളാണ് കേട്ടോ വെക്കുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡിവൈന് ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പുതിയത് ആമസോണിൽ നിന്ന്. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഡിവൈൻ പരിയപ്പുറത്തിരുന്നതാണ്. അപ്പോഴേക്കും ഡാഡി വന്നു. അപ്പോൾ സോഡ കഴിഞ്ഞിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ചൂടും ഇതും സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുപോരെ, വല്ലപ്പോഴൊക്കെ കുടിക്കാമല്ലോ ഓരോന്ന് എന്ന് പറഞ്ഞിട്ട്. പിന്നെ കപ്പലണ്ടി ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കപ്പലണ്ടിയുടെ ആവശ്യം, പിന്നെ കാഷ്നട്ടിന് പകരം യൂസ് ചെയ്യാനൊക്കെ ഞാൻ ഇങ്ങനത്തെ കപ്പലണ്ടി വാങ്ങിയിട്ടാട്ടോ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളുടെ നെസ്റ്റോന്ന് വാങ്ങിയിട്ടുള്ള പിക്കിളാണ്. എന്നിട്ട് കാലിക്കറ്റ് പിക്കിൾ എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് സ്പെഷ്യൽ പിക്കിൾ. ഭയങ്കര ടേസ്റ്റ്. 27 രൂപയാണ്. ഈ ഒരു 50 ഗ്രാമാന്ന് തോന്നുന്നുണ്ട്. എത്രയോ 124 ഗ്രാമാണ് എത്ര അങ്ങോട്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അതിലെങ്ങനെയാ വെച്ചാൽ ചെറി, ഡേറ്റ്സ് അങ്ങനെയുള്ളതാണ്. മിക്സഡ് മറ്റേ സ്വീറ്റാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത്. അങ്ങനെ തോമുനെ ഡാഡി കൊണ്ടുവന്നു. അപ്പോഴേക്ക് സമയം ഞാൻ പറഞ്ഞില്ലേ ഓടി പോകാമെന്ന് പറഞ്ഞില്ലേ സമയം. അപ്പോഴേക്കും ഡാഡി തോമുനെ കൊണ്ടുവന്നു. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഒരു 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നു. കാരണം ഡിംപിളും ആൻസണിൽ നിന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ട് ആൻസർ നാളെ പോകണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കാലങ്ങളായിട്ട്
അങ്ങനെ രാത്രി അങ്ങനെ നിൽക്കാൻ പറ്റാറില്ല, എപ്പോഴും ഓരോ പരിപാടികളായതുകൊണ്ട്. അപ്പോൾ ഡിവൈൻ വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിമ്പിളൊക്കെ വരണു എന്ന് പറയുമ്പോഴും ഡിവൈൻ പറഞ്ഞിട്ടാണ് ഞാൻ ചിലപ്പോൾ അറിയാം ഡിമ്പിൾ വരുന്നുണ്ടെന്ന്. കാരണം ഞാൻ എപ്പോഴും പറയും, ഞാൻ ഫോൺ അങ്ങനെ എപ്പോഴും എടുക്കുന്ന ആളല്ല. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഡിവൈനോട് പറയാം, ഡിവൈൻ എന്നോട് അത് പറയും എന്ന് എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കൂടുതൽ. അവർ തമ്മിലാണ് എപ്പോഴും അടുപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും അവരോട് പരസ്പരം എപ്പോഴും മിക്ക കാര്യങ്ങളും ഞാൻ ഡിമ്പിളുടെ കാര്യങ്ങൾ ഡിവൈൻ പറഞ്ഞിട്ടും ഡിവൈൻ്റെ കാര്യങ്ങൾ ഡിമ്പിൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയാം. എനിക്കതാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ അവിടെ വേറൊരു എന്താ പറയുക, എൻ്റെ നിൻ്റെ എന്നുള്ളത് ഉണ്ടാവില്ല, നമ്മുടെ എന്നുള്ള എനിക്കെന്തോ അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ചിലർ പറയണ കേൾക്കാം, അമ്മമാരോടാണ് എല്ലാം പറയുക, അല്ലെങ്കിൽ അവർ വേറെ ഇവർ വേറെ അമ്മയും മോളൊന്ന് അങ്ങനെയൊക്കെ പറയണ കേൾക്കാം. പക്ഷേ ഇവിടത്തെ സംബന്ധിച്ച് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചതിരിഞ്ഞ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചു, മറ്റേ ബീഫ് അടിച്ചു വെച്ചു, പിന്നെ സബോള ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചു, അതൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ ഡിവൈൻ രാത്രിയിലേക്കുള്ള പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം വേണ്ട, നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഡിവൈൻ പറഞ്ഞു പറ്റില്ല, എയർ ഫ്രയർ വാങ്ങി കൊണ്ടുവന്ന് ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ ആൻസൺ ബ്രോ വന്നിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ആൻസനാണ് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതെന്തായാലും ചെയ്യണം മമ്മി എന്ന് പറഞ്ഞു. എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഡാഡിയുടെ അടുത്ത് പിള്ളേരെ ഏൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ തോമു വന്ന വഴിക്ക് ഉറങ്ങണ ആളാണ്. ഇന്ന് തോമു ഉറങ്ങലല്ല ഉണ്ടായത്, വർത്താനത്തിൻ്റെ കെട്ടഴിച്ചിട്ടൊക്കെയാണ് ദിവസമായിരുന്നു ഇന്ന്. ശരിക്കും ഇന്ന് തൊട്ടാണ് തോമു വർത്താനം പറഞ്ഞു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ കുറേ കുട്ടികൾ എൻ്റെ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ഇതിപ്പം നിങ്ങൾ കണ്ടില്ലേ, സബോള, ഇഞ്ചി, വേപ്പില, പച്ചമുളക് കൂടിയിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്യും. നന്നായിട്ട് കുഞ്ഞിതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് വെളിച്ചെണ്ണയിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ്, അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് വേവിച്ച ബീഫ് വെള്ളം നന്നായി ഊറ്റി കളഞ്ഞതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ച ബീഫ് ഈ സബോള വഴറ്റിയതിലേക്ക് ഇടും. അതായത് സബോള വഴുത് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇടണം. അതിലേക്കാണ് ഈ ബീഫ് ഇടുന്നത്, ബീഫ് ഗ്രേറ്റ് ചെയ്തത് ഇടണത്. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിൽ പൊടിച്ച് വെച്ചതിന് ശേഷം നമ്മളതിലേക്ക് മുട്ട, അതിലേക്കാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ ബാക്കി വെച്ചു കീമ. അത് എന്തിനാണെന്ന് വെച്ചാൽ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഈ കീമ എടുത്തിട്ട് അതിൻ്റെ മുകളിലിട്ടാൽ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ബീഫ് ദോശയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഒരു പാത്രം മാറ്റി വയ്ക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ സ്പെഷ്യൽ കട്ട്ലറ്റാണ് കേട്ടോ. അപ്പോൾ മുട്ട ഞാൻ ഇതിലാണ് അടിച്ചു വയ്ക്കുക. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ബ്രെഡ് ക്രംസ് ആൻറ്റി യൂസ് ചെയ്യാറില്ലേ എന്നുള്ളത്. അപ്പോൾ സാധാരണ എല്ലാവരും എങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് പൊരിക്കുക. പക്ഷേ ഞാൻ എന്താ പറയുക, എനിക്കെന്തോ ഇതാണ് ഇഷ്ടം. അതായത് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചിടുക. ബ്രെഡ് ക്രംസിൻ്റെ മധുരം ഇവിടെ കുട്ടികൾക്ക് ആർക്കും വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടേ എൻ്റെ സംഭവം ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഷേപ്പിൽ തന്നെ വരും, മുട്ട കുറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ 14-15 കട്ട്ലേറ്റ് ഉണ്ടാക്കി. അപ്പോൾ അവർക്ക് വരുമ്പോഴും കൊടുക്കാം. ശരിക്കും ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ ഞാൻ കട്ട്ലറ്റ് അല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നേ, മുട്ട കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ പിന്നെ അതവിടെ വെച്ച് കട്ട്ലേറ്റുമ്മ ഒതുക്കി. അങ്ങനെ കീമ ബാക്കിയുള്ളത് മാറ്റി വെച്ചു. അടിച്ച് മസാല ചേർക്കാത്തത് ഫ്രീസറിലേക്കും വെച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. മസാല ചേർക്കാത്ത കീമ നമ്മൾ ഫ്രീസറിൽ വെക്കണം, മസാല ചേർത്തത് നമ്മൾ വേഗം എടുക്കണം. അങ്ങനെ ഡിവൈൻ്റെ ഒക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാരിനേറ്റ് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് ഒരു ബാച്ച് എടുത്തപ്പോൾ സക്സസ്സായി, സംഭവം ഉഷാറായി. പക്ഷേ ആ സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് നോക്കിയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് വലിച്ചു വാരിയിട്ടൊക്കെ നമ്മുടെ തോമുച്ചേട്ടൻ്റെ പണിയാട്ടോ ഇത് മുഴുവൻ. എനിക്ക് എന്തെന്നാ പറയുക, വല്ലതും പറയാൻ പറ്റുമോ, കുട്ടിയല്ലേ. അപ്പോൾ ഡാഡിയും കുട്ടികളും കൂടിയിട്ട് ഇരുന്നിട്ട് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറയായിരുന്നു പൊന്നെ. അപ്പോൾ ഡിമ്പിളും കുട്ടികളും, ഡിമ്പിളും ആൻസനും മോനും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഗസ്റ്റ് വന്നത്. ഗസ്റ്റ് എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല കേട്ടോ, എൻ്റെ അമ്മച്ചിയുടെ ചേച്ചിയുടെ മകള് ഷീബയും ജോപ്പോളും ലീഗയും മോനും കൂടിയിട്ട്. അപ്പോൾ ഷീബയ്ക്ക് 2 ആൺകുട്ടികളാണ്, ജോപ്പോളും അപ്പോൾ ജസൻ്റെ കല്യാണമായി. അപ്പോൾ ഈ മോനെ ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അവനൊരു കൊച്ചു ചാനലുണ്ട്, ജെയ്ദൂസ് വേൾഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അവൻ്റെ പേര് ജെയ്ഡൻ മരിയോ ജോപ്പോൾ എന്നാണ്.
അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ. അവൻ്റെ കളികളും എന്താ പറയുക കുസൃതികളും നല്ല നല്ല രസകരമായ വീഡിയോസ് കൊച്ചു കൊച്ചു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഡിംപിൾ എനിക്ക് ലിങ്ക് അയച്ചപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അങ്ങനെ ഇവർ വന്നപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞു. 1.5 വയസ്സായുള്ളൂ കേട്ടോ, പക്ഷേ നല്ല മിടുക്കൻ. അപ്പോൾ ജോപ്പോളിൻ്റെ പോലെയാണോ ലീഗയുടെ പോലെയാണോ അതോ അവൻ്റെ അപ്പാപ്പൻ്റെ പോലെയാണോ എന്നാണ് സംശയമാണ്. പിന്നെ നോക്കിയപ്പോൾ കറക്റ്റ് ബാബുവിൻ്റെ പോലെ തോന്നിയിട്ടോ. അങ്ങനെ ഒരു മിടുക്കൻ. അപ്പോൾ ഇവിടെ ആ സമയത്ത് ഡിംപിളും ആൻസനും പാച്ചും കൂടിയിട്ട് വന്നു. അങ്ങനെ ആകെ ഒരു ബഹളമായിരുന്നു. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, വീടാന്ന് വെച്ചാൽ വലിച്ചു വാരിയിട്ട് നിൽക്കുന്ന സമയം. എനിക്കെന്താ പറയുക, എനിക്ക് ആകെ സങ്കടവും വിഷമമൊക്കെ ആയി. പിന്നെ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും ഷീബയൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ കളിച്ച് വളർന്നിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഡിംപിളും റോസയും പോലെയാണ് ഞങ്ങളുടെ അമ്മമാർ, ചേട്ടത്തിയനിയത്തിമാർ. അപ്പോൾ നമ്മളുടെ എന്താ പറയുക ചെറുപ്പം കാലം മുഴുവൻ ഞങ്ങൾ ഒന്നിച്ചാണ്. ചെറുപ്പകാലമല്ല, ഒരുവിധം സമയം വരെ ഞങ്ങൾ ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഇനി കല്യാണത്തിന് പോകണം. കുറേ നാളായി അമ്മ വീട്ടുകാരുടെ കൂടെ ഒരു കല്യാണം കൂടിയിട്ട്. കാരണം ഡാഡിയുടെ വീട്ടിൽ മരണവും അതും ഇതൊക്കെ ഉണ്ടായപ്പോൾ കൂടി ഇവിടെ കുറച്ച് നാളായി. അപ്പോൾ അങ്ങനെ ദേ പോണ സമയമായപ്പോഴേക്കും ദേ യാത്ര പറഞ്ഞു തുടങ്ങി. അപ്പോൾ പാച്ചുവിന് വന്ന വഴിക്ക് ഇവനെ എൻ്റെ ഒക്കത്ത് കണ്ടപ്പോൾ ഒരു ഇത്തിരി വിഷമമായിരുന്നു. പിന്നെ അങ്ങോട്ട് ഓക്കെ ആയി. പിന്നെ എടുക്കലും കളിക്കലും എന്താ പറയുക കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും. അപ്പം ഞങ്ങൾ പറയും ജോപ്പോളും ഡോണൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു. ഞങ്ങളിങ്ങനെ ഒന്നിച്ച് കൂടുമ്പോൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന് അവരിതേ യാത്രയായി. അപ്പോൾ അവർ യാത്രയാക്കാൻ വേണ്ടി എല്ലാവരും കൂടി പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അടുക്കളയിൽ നല്ല തിക്കും തിരക്കും ബഹളത്തിൻ്റെ സമയത്താണ് അവർ വന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കാനായിട്ട് ശിവ സമ്മതിച്ചില്ല. അവർ തൊട്ടടുത്ത് ആങ്ങളയുടെ വീടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണം ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോയി. എന്നാലും എല്ലാവരും കൂടി ഒന്നിച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം കുറേ നാളായിട്ടുണ്ടായിരുന്നു കണ്ടിട്ട്. അപ്പോഴാണ് ഡിംപിൾ ആൻസനും കൊണ്ടുവന്ന സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ തോമു കാണുന്നത്. അങ്ങനെ പിന്നെ എന്താ പറയുക അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടുത്തെ മേളായി. അപ്പോൾ ചൂട് കാരണമാണ് കേട്ടോ തോമുവിനെ ഡ്രസ്സ് ഇടിക്കാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണാവോ എന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ട് തന്നെ കമൻസ് ചിലപ്പോൾ ടേൺഡ് ഓഫ് ആവും. കുട്ടികളുടെ ആക്ടിവിറ്റീസ് വരുന്ന ദിവസം കമൻസ് ടേൺഡ് ഓഫ് ആവുന്നതാണ്, നമ്മളാക്കണതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ സ്വീറ്റ്സ് കഴിക്കലും കാര്യങ്ങളും അവരവരുടേതായ കളികളിൽ ഏർപ്പെട്ട് തുടങ്ങിയിട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് പറയായിരുന്നു തോമുവിൻ്റെ വിശേഷങ്ങൾ. തോമു വരുമ്പോഴേക്കും ഇങ്ങനെ എന്താ പറയുക ഫുൾ വർത്തമാനങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ അത് ആൻസൺ കൊണ്ടുവന്നതാണ് കേട്ടോ സ്വീറ്റ്സ്. ആൻസണും ഡിംപിളും വന്നപ്പോൾ ഇതെന്തോ ഒരു സ്പെഷ്യൽ സംഭവമാണ്, എനിക്കിതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് അങ്ങനെ കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ട്രിപ്പായിട്ടാണ് ഫ്രയറിൽ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം എങ്ങനെയാണെന്ന് വെച്ചാൽ പീസാക്കി വെച്ച് അത് ഇവർ വരണതിന് മുമ്പ് തന്നെ എടുത്തു. അപ്പോൾ കട്ട്ലറ്റും ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഫുൾ ചിക്കനായിട്ട് ഒറ്റയ്ക്ക് ചെയ്ത് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഡിവൈൻ മിൻ ചട്നി ചെയ്തു. പിന്നെ മയോണൈസ് ഉണ്ടാക്കി. അപ്പോഴേക്കും ഇവിടെ കുട്ടികൾ വെള്ളം തട്ടിയിടലും തോമു കണ്ടു. ഇപ്പോഴത്തെ പുതിയ പണിയാണ് ഈ ഇതുമ്മ പിടിച്ചിട്ട് തെങ്ങ് കയറണ പോലെ കയറുക, എന്നിട്ട് മുകളിൽ നിന്ന് തേങ്ങ ഇടുക. എനിക്ക് തോന്നുന്നു അവൻ പ്ലേ സ്കൂളിൽ പോയപ്പോൾ അവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓച്ചുവിന് കാണിച്ചു കൊടുക്കണം ഇങ്ങനെയാണ് തെങ്ങ് കയറാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മേള. ഡിവൈന് ഞാൻ പറയും മോപ്പ് താഴ്ത്ത് വയ്ക്കാനുള്ള സമയമില്ലാന്ന്, എപ്പോഴും വെള്ളം കളഞ്ഞിട്ടും. അറിയാലോ നിങ്ങൾക്ക് കുട്ടികളുണ്ടായാലുള്ള വീട്ടിൽ എന്തായിരിക്കും എന്നുള്ളത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷീബയൊക്കെ വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇവിടുത്തെ ബഹളവും തിക്കും തിരക്കും കണ്ടിട്ട് ഒരാൾ അവിടെ കരയുമ്പോൾ ഒരാൾ ഇവിടെ ബഹളം വയ്ക്കും. അങ്ങനെ 3 ആളും കൂടിയിട്ടുള്ളൊരു ലോകമാണ്. 3 ആൾക്കും ഒന്നൊന്നും അങ്ങോട്ട് അറിയേണ്ട പ്രായമായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവർ ഇപ്പോൾ ഡിവൈൻ്റെ ആയുധമാണ് സ്പൂണ്. തവി എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമു ഡീസൻ്റ് ഔട്ടോ. ഇന്ന് പ്രത്യേക ഒരു എന്താ പറയുക ഒരു വട്ട് എന്ന് പറഞ്ഞു ഡിവൈൻ പറയുന്നത്. ഇന്ന് പ്രത്യേക ഒരു വട്ടുകളിയായിരുന്നു തോമുവിന്. അപ്പോൾ ഡിംപിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വീടുകളിൽ അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നോക്കും എന്താണ് ഉള്ളത്, ഇന്ന് ഉച്ചയ്ക്ക് എന്താ വെച്ചത്. അപ്പോൾ മീൻ വറുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രിയിലത്തെ കിളിമീൻ്റെ. അപ്പോൾ മൂപ്പര് അതെടുത്ത് ഓവനിൽ ചൂടാക്കി ഇരുന്ന് തിന്നാട്ടോ. അപ്പോൾ നമ്മളുടെ വീടുകളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് പോയിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാനുള്ള സംഭവം. എങ്ങനെ എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് അതൊന്ന് പെറുക്കി തിന്നുന്ന സുഖമൊന്ന് വേറെയാണ്. അപ്പോൾ ചാക്കോച്ചൻ ഉഷാറായിട്ടുണ്ട് കേട്ടോ.
വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് കുറേ ലേറ്റായിട്ടാണ് കഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞതേ ഇവർക്കുള്ള ഫുഡിന്ന് ആൻസനാണ് കൊണ്ട് വെച്ച് കൊടുത്തത്. ആൻസന് പട്ടികളോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചോട്ടു അവരുടെ അവിടെ ആയിരുന്നല്ലോ കുറച്ച് ദിവസം, ഒരു 2 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അവരെ ആര് വെച്ച് കൊടുത്താലും ഞാനൊന്ന് പോയി അവരെ നോക്കിയിട്ടേ പോരുള്ളൂ. അപ്പോൾ ഡിവൈൻ വാഷ് ചെയ്ത ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കണേ, അതിൻ്റെ പില്ലോ കവറ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് മൂടി വെച്ചില്ല, കാരണം ചൂട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ മൂടാം. അപ്പോൾ ഇപ്പം മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേണ്ടല്ലോ, ആവിയൊക്കെ ഒന്ന് പോയിട്ട് മൂടില്ലെന്നല്ലേ നിങ്ങൾക്കറിയാം. ഞാനതൊരു അതിൻ്റെ ബോക്സ് കൊണ്ട് തന്നെ കമത്തി മൂടാറാണ് പതിവ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് കുട്ടികളെല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കില്ല, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അവർ 2 പേരും കൂടിയിട്ട് തന്നെയാണ് ചെയ്തത്. ഡിവൈനിന്ന് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് എടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞതാ ഇത് ചെയ്യണ്ട, നമുക്ക് വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ പറ്റില്ല, അത് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിന്നുണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞ് ദോശമാവും കൂടി അടിച്ചിട്ടാണ് ഡിവൈൻ നീങ്ങിയത്. പാത്രങ്ങൾ ഡിമ്പിളുടെ സെക്ഷൻ. അങ്ങനെ അവർ എല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ കുട്ടികളുടെ അടുത്ത് അവിടെ ഇരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ വക വെറുതെ ഒരു മേൽനോട്ടം എന്നുള്ള രീതിയിൽ പാദ്യമ്പുറം തുടയ്ക്കൽ, വെള്ളം വയ്ക്കൽ, അതൊക്കെ എൻ്റെ പരിപാടിയായിരുന്നു. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സമയം എനിക്ക് തോന്നുന്നു 12:45 ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എണീക്കുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴൊക്കെ അല്ലേ വർത്താനം പറഞ്ഞ് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ ഡാഡി നേരത്തോടെ കിടന്നുറങ്ങി. ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും ഡിമ്പിളുടെ റൂമിലേക്ക് വന്നു. കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് പിന്നെ ഡോണും താഴത്തേക്ക് ഇറങ്ങി വന്നു കുട്ടികളെ കുറയ്ക്കിയതിന് ശേഷം. അങ്ങനെ ശരിയും കളിയും ബഹളമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ എനിക്കതെന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. പ്രത്യേകിച്ച് ഷീബ വന്നു അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇരട്ടി എന്തോ ഒരു മനസ്സിനൊരു സന്തോഷം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരയ്ക്ക് എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു.